മലയാളികൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരെണ്ണയാണ് വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് വേറെ ഒരെണ്ണയ്ക്കും കിട്ടത്തില്ല. നമ്മൾക്ക് ധാരാളം സുലഭവുമാണ് വെളിച്ചെണ്ണ. കാരണം നമ്മൾക്ക് തെങ്ങ് ഒത്തിരി നമ്മളുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങ സുലഭമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ കൂടി, അപ്പോഴാണ് മായം കൂടുന്നത് വെളിച്ചെണ്ണയിലൊക്കെ. അപ്പം നമ്മളിപ്പം കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ എണ്ണ വാങ്ങാനായിട്ട് കയറുമ്പോൾ പല ബ്രാൻഡുകളിലുള്ള പല വിലകളിലുള്ള വെളിച്ചെണ്ണകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലൊക്കെ നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ ഇതിലൊക്കെ മായം കലർന്നിട്ടുണ്ടോ ഒക്കെ നമ്മൾക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ ഓണത്തിന് സപ്ലൈകോയിൽ നിന്ന് കൊടുത്ത വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് എന്തായാലും നല്ല എണ്ണയായിരിക്കും, അതിനകത്ത് മായം ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ സപ്ലൈകോയുടെ എണ്ണയല്ല പരീക്ഷിച്ച് നോക്കുന്നത്. അതിനകത്തൊരു മായം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ എണ്ണ വാങ്ങിക്കുമ്പോൾ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വില കുറഞ്ഞ എണ്ണ ഒന്നല്ലെങ്കിൽ അവർ വില കുറഞ്ഞ എണ്ണ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്റ്റ് മിക്സ് ചെയ്യും. അങ്ങനെ അവർ പല കമ്പനികളുടെ എണ്ണകളുണ്ടല്ലോ. അപ്പം ലാഭം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്, മനുഷ്യൻ്റെ ആരോഗ്യം പോയാലും ലാഭം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഓരോ കമ്പനിയും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് വെളിച്ചെണ്ണ നല്ലതാണോ, അല്ലെങ്കിൽ അതിനകത്ത് മായം കലർന്നിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാവുന്നതാണ്. കണ്ടോ, നമ്മൾക്കത് തിരിച്ചറിയാനായിട്ട് നമ്മൾക്ക് ഒരു അരമണിക്കൂർ വെളിച്ചെണ്ണ ഒരു കുപ്പിയിലെടുത്ത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിൽ വെക്കരുത്, താഴെ വയ്ക്കുക, ഫ്രീസറിൻ്റെ താഴെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നല്ല പ്യൂർ വെളിച്ചെണ്ണയായിരിക്കും. ഇനി അത് കട്ട പിടിച്ചിട്ടില്ല, അത് ഓയിലായിട്ട് മായം കലർന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം പകുതി കട്ട പിടിച്ച് കിടക്കും, ചിലപ്പോൾ പകുതി ലൂസായിട്ട് ഇരിക്കും. അത് മായമുള്ള എണ്ണയാണ്. ചിലപ്പോൾ ഒട്ടും കട്ട പിടിക്കത്തില്ല, അത് മുഴുവൻ ലൂസായിട്ട് തന്നെ ഇരിക്കും. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് മായം കലർന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ചില എണ്ണ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ചുമപ്പ് നിറമായിട്ട് മാറും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മായമായിട്ട് അതിനകത്ത് കലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം. സിമ്പിൾ മെത്തേഡല്ലേ. നമ്മൾക്ക് ഫ്രിഡ്ജിൽ കുറച്ച് എണ്ണ അരമണിക്കൂർ നേരം വെച്ചാൽ മതി. നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല പ്യൂർ വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ കട്ട പിടിച്ച് കിട്ടും. അല്ല എങ്കിൽ അത് ലൂസായിട്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ നന്നായിട്ടത് കട്ട പിടിക്കത്തില്ല, ഒരു ലൂസായിട്ടിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കട്ട പിടിച്ചിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. എത്രയോ മായം കലർത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് അത് ലൂസാകും. ചിലപ്പോൾ പകുതി നല്ല വെളിച്ചെണ്ണയായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വില കുറഞ്ഞ ഭക്ഷ്യ എണ്ണകളോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ വെളിച്ചെണ്ണ മാത്രം കട്ടയായിട്ട് മറ്റേത് ലൂസായിട്ടിരിക്കും. മറ്റുള്ള എണ്ണകൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കട്ട പിടിച്ചിരിക്കത്തില്ല, വെളിച്ചെണ്ണ ഇരിക്കും പോലെ. അപ്പോൾ വെളിച്ചെണ്ണയുടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഞാനിത് ഈ എണ്ണ കുപ്പിയിലാക്കിയിട്ട് കുറച്ച് എണ്ണ വേറൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ നന്നായിട്ട് കട്ട പിടിച്ച് നല്ല പ്യുവർ എണ്ണയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ കട്ട പിടിച്ചിരുന്നാൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണം. എണ്ണയിൽ ഇതുപോലെയുള്ള മായങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കൂടുതലും വെളിച്ചെണ്ണയാണ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോഴാണെങ്കിൽ നമ്മൾ നല്ല വില കൊടുത്തായിരിക്കും വെളിച്ചെണ്ണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇതുപോലെ വിലയും കൊടുക്കണം. ഇതുപോലെ മായം ചേർത്ത വെളിച്ചെണ്ണ നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് അത് വളരെ ദോഷമാണ്. അപ്പം നമ്മളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നമ്മൾക്കതിന് വേറെ എങ്ങും കൊണ്ടുപോകണ്ട ടെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ വീടുകളിൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതിയല്ലോ. സിമ്പിളായിട്ട് കുറച്ച് എണ്ണ എടുത്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നല്ല എണ്ണയാണെന്ന്.
അപ്പം അതുകൊണ്ട് ഈ ഒരു പരീക്ഷണം നിങ്ങളെല്ലാവരും നടത്തണം. നമ്മൾ എവിടുന്ന് എണ്ണ വാങ്ങിച്ചാലും വെളിച്ചെണ്ണ വാങ്ങിച്ചാലും ഇപ്പോൾ എണ്ണയുടെ വിലയൊക്കെ അങ്ങ് കുതിച്ച് ഉയർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും കടകളിൽ മിക്ക കടകളിലും ലാഭമുണ്ടാക്കാൻ നോക്കുന്നവർ ഇതിനകത്ത് വില കുറഞ്ഞ എണ്ണ വാങ്ങിച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞ് നമുക്ക് തരും. ചില കമ്പനികളാണെങ്കിൽ വെളിച്ചെണ്ണയുടെ അതേ മണം തന്നെ, നമുക്ക് മണത്ത് നോക്കിയാൽ വ്യത്യാസം ഉണ്ടാകത്തില്ല, വെളിച്ചെണ്ണയുടെ അതേ മണം തന്നെ ഉള്ള എന്തെങ്കിലും കെമിക്കൽ കലർത്തിയിട്ട് വെളിച്ചെണ്ണയാണെന്നും പറഞ്ഞ് നമ്മൾക്ക് തരും. നമ്മളത് ആദ്യം നമ്മളൊന്ന് മണത്ത് നോക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയുടെ അതേ മണമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഒരു പരീക്ഷണം നടത്തിയാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനകത്ത് നല്ല കെമിക്കൽ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജില്ലാത്ത വീടുകൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ വാങ്ങിക്കുമ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തിയിട്ട് വേണം നമ്മളുടെ പാചകത്തിന് എടുക്കാനായിട്ട്. കണ്ടോ എന്തോ ഒരു വ്യത്യാസമൊന്നും നോക്കിയാൽ വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല കട്ട പിടിച്ചിരിക്കുന്നു. ഇനി മറ്റേ പാക്കറ്റുകൾ കിട്ടുന്ന അല്ലെങ്കിൽ പാക്കറ്റുകളിൽ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ ഇപ്പം ഈ വില കൂടിയതനുസരിച്ച് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല നല്ലതാണോ ചീത്തയാണോ നമുക്ക് കിട്ടുന്നതെന്ന്. വില കുറഞ്ഞ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഇത്രയൊന്നും മായം നമ്മളുടെ നാടുകളിൽ നമ്മുടെ ഈ തേങ്ങ സുലഭമായ നമ്മുടെ നാട്ടിൽ ഇതുപോലെ മായം ചേർക്കാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷേ ഈ വില ഇങ്ങനെ കുതിച്ചുയർന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളിത് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. കാരണം നമ്മൾ നല്ല വില കൊടുത്ത് ഇങ്ങനെ മേടിച്ച് ഇതുപോലെയുള്ള എണ്ണയൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പരീക്ഷിച്ചിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കുവാനായിട്ട് നമ്മൾ അറിഞ്ഞാൽ നമ്മൾക്കതൊന്ന് നല്ലതേത് ചീത്തയെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് ഞാനിപ്പോൾ കുറച്ച് നേരമായി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് പതുക്കെ അതിൻ്റെ കട്ടകളൊക്കെ പതുക്കെ ജസ്റ്റ് ഒന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം അരമണിക്കൂറേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്ത് വെച്ചു. അതിപ്പോൾ അത് പതുക്കെ ലൂസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചപ്പോൾ നല്ല കട്ടയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.